ഈ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഈ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കുറച്ചുപേരെ പരിക്ക് പറ്റിയ കുറച്ചുപേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. ഇത് വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണോ അതോ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ആളുകൾക്കാണോ, ഈ പരിക്കേറ്റവരെയാണോ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സ്വാഭാവികമായും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വിമാനം തകർന്നു വീഴുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജനവാസ മേഖലയിൽ ഈ വിമാനം തകർന്നു വീഴുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും അത്തരത്തിൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. അത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് മരത്തിൽ വിമാനത്തിന്റെ പിൻഭാഗം തട്ടി എന്നടക്കമുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇതാണ്: മരത്തിൽ വിമാനത്തിന്റെ പിൻഭാഗം തട്ടി എന്നടക്കമുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗികമായി വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായി വരികയും ചെയ്യുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സഹായം നൽകാൻ അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഏതായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടന്നിട്ടുണ്ട്. കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്ത് രാജ്യത്തുണ്ടായേക്കാവുന്ന ഒരു വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇപ്പോൾ ഈ വിഷയത്തിൽ ഗുജറാത്ത് പോലീസുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നു. ഏതായാലും ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ പോലും ആശങ്കയ്ക്കിടയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. രണ്ട്, ജനവാസ മേഖലയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് എന്നുമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വൻ ദുരന്തം, വൻ അപകടം സംഭവിച്ചത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. ടേക്ക് ഓഫിന് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു. സമീപത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഈ വിമാനം തട്ടിയതാണ് അപകട കാരണമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 242 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. 12 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൻ്റെ മതിലിടിച്ചാണ് അപകടമെന്നും അങ്ങനെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. രാകേഷ്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ഇത് എൻജിൻ തകരാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതോ ഈ വിമാനത്താവളത്തിൻ്റെ മതിലിടിച്ചുവെന്നും മറ്റുമൊക്കെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത്. അപകടത്തിന് കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നേരത്തെ എഞ്ചിൻ തകരാറാണ് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല വരുന്നത്. അതായത് വിമാനം പറന്നു ഉടനെ തന്നെ ഇതിൻ്റെ നിയന്ത്രണം രക്ഷപ്പെട്ടു. അതിനുശേഷം ഇതിൻ്റെ പിൻഭാഗം മരത്തിൻ്റെ പുറകിൽ ഇടിച്ചു എന്നാണ് വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വിമാനം ഉടനെ തന്നെ ഇതിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുകയും അതിനുശേഷം മരത്തിൽ വിമാനത്തിൻ്റെ പുറകുവശം തട്ടി എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാനം, അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്നത് 1:17 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് 1:17 ഈ അപകടം നടന്നത് എന്ന് കൂടി ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് എഞ്ചിൻ തകരാർ ആണെന്ന ആദ്യഘട്ടത്തിൽ വിവരം വന്നിരുന്നു. ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് പറന്ന് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുകയും അതിനുശേഷം സമീപത്ത്, അതായത് വിമാനത്താവളത്തിന് പുറത്തുണ്ടായിരുന്ന മരത്തിൽ വിമാനത്തിന്റെ പുറകുവശം തട്ടി, അതാണ് ഈ അപകടത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 12 പേർ ക്രൂ മെമ്പേഴ്സ്, ഒപ്പം തന്നെ 230 യാത്രക്കാർ. അങ്ങനെ 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടെന്ന സ്ഥിരീകരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ടോം, തീർച്ചയായും വലിയ ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാനാപകടത്തിൽ 242 പേർ യാത്ര ചെയ്തിരുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാകാം ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാകേഷ്, ഇതുവരെയും ഒരു കാഷ്വാലിറ്റി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല.
പക്ഷേ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം വലിയ രീതിയിൽ തീ ഉയരുന്നു, വിമാനം പൂർണ്ണമായും തകർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് പുറമെ മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ വിമാനത്താവളത്തിലുണ്ടായിരുന്നവർ, ഈ ജനവാസ മേഖലയിലുള്ളവർ, അവിടെയുള്ളവർക്കൊക്കെ ഈ അപകടത്തിൽ പരിക്കേറ്റ് കാണുമ്പോൾ മറ്റേതെങ്കിലുമുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. തോമസ്, തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ദൃശ്യങ്ങൾ പ്രകാരം നിരവധി ഫ്ലാറ്റുകളുള്ള അല്ലെങ്കിൽ വീടുകളുള്ള ഒരു പ്രദേശത്താണ് വിമാനം പതിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിമാനത്തിനകത്തുള്ളവർക്ക് മാത്രമായിരിക്കില്ല, പുറത്തുള്ളവർക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാകാം. ഏതായാലും അത്തരം വിവരങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്ന് മാത്രമല്ല, രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദൃശ്യങ്ങൾ പ്രകാരം ഇപ്പോഴും അവിടെ തീ ആളിക്കത്തുന്നത് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലും അത് തന്നെയാണ് കാണുന്നത്. അവിടെ പുക പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ടോം, പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലായും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പ്രകാരവും ഇത്തരത്തിൽ പുക ആളിപ്പടരുന്നതൊക്കെ തന്നെ കാണാം. അപ്പോൾ പൂർണ്ണമായും അവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇതിനോടകം തന്നെ പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 12 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ അവിടെ സംഭവ സ്ഥലത്തുണ്ട്. സ്വാഭാവികമായും വലിയ അപകടമാണ്. 242 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നതാണ്. കൂടുതൽ ആംബുലൻസുകൾ അവിടെ എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തേണ്ടതുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ അവിടെ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. ഏതായാലും ആ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നാട്ടുകാരുണ്ട്. കാരണം ഇത് ജനവാസ മേഖലയിലാണ് ഈ അപകടം നടക്കുന്നത്. അവിടെ പ്രദേശവാസികളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആളുകൾ ഓടിക്കൂടുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 242 പേർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യയാണ്. വലിയ ആളുകൾ വിമാനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന എന്നാണ്. കൂടുതൽ ആളുകളെ അവിടെ പരിക്കേറ്റവരെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആളുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും രക്ഷാപ്രവർത്തനം ഒരു ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് യാത്രാ വിമാനം തകർന്ന് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് 737 വിമാനമാണ് തകർന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഉച്ചയോടുകൂടിയാണ് ഈ വിമാനത്താവളത്തിന് തൊട്ട് സമീപത്ത് വെച്ച് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം 20 മിനിറ്റിനുള്ളിൽ അപകടം സംഭവിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്തിൽ 242 യാത്രക്കാർ ഉണ്ടായിരുന്നു. വിമാനത്തിൻ്റെ പിൻവശം മരത്തിലിടിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതാണ് അപകടത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ദുരന്തമുണ്ടായി തൊട്ട് ഉടൻ തന്നെ ഫയർഫോഴ്സ് ഇപ്പോൾ ബെന്നി വർഗീസ്, അഹമ്മദാബാദ് കേരള സമാജം സെക്രട്ടറി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ബെന്നി വർഗീസ്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ദുരന്തം, ഈ അപകടത്തിന് കാരണമെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നിങ്ങൾക്ക്? ശ്രീ ബെന്നി വർഗീസ്, എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വലിയ രീതിയിലുള്ള ശ്രീ ബെന്നി വർഗീസ്, കേൾക്കാമോ? നിങ്ങളുടെ സൗണ്ട് വളരെ കുറവാണ്, എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. എന്താണ് അപകടത്തിന് കാരണമെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അല്ല, ജസ്റ്റ് ക്രാഷ് ആയതാണെന്ന് മാത്രമേ ഇത് ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ കാരണങ്ങൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിവായിട്ടില്ല. ഇത് അഹമ്മദാബാദിൽ നിന്നാണ് 230 പാസഞ്ചേഴ്സും
അതുപോലെ ക്രൂ മെമ്പേഴ്സുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ലണ്ടനിലേക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്. ടേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷമാണ് ക്രാഷ് ആയത്. തൊട്ടടുത്തുള്ള പ്രദേശമായ മേഘാണി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ക്രാഷ് ആയിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിലേക്ക് പോയി ഇടിച്ച് വീണതാണ്. ജനവാസമുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇതാണെങ്കിൽ ക്രാഷ് ആയിരിക്കുന്നത്. ഫർദർ വിവരങ്ങൾ ആ ഏരിയ മൊത്തം ഇപ്പോൾ കോർഡൺ ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ആ ഏരിയയിലോട്ട് നമ്മുടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. മലയാളികളാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട്. മേഘാണി നഗർ ഏരിയ എന്ന് പറയുന്ന സ്ഥലവും മലയാളികളൊക്കെ താമസിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ കിട്ടിയാലാണെങ്കിൽ പിന്നെ പുറകാലെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നിരവധി ആളുകളെ ആശുപത്രിയിലേക്ക്, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇത് വിമാനത്തിൽ ഉണ്ടായിരുന്നവരെയാണോ അതോ? ബെന്നി വർഗീസ് മലയാളി സമാജം സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. രാകേഷ്, അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഈ ബെന്നി വർഗീസ്, ടി ജി സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, ഈ അവിടെയുള്ള മലയാളികൾ, ഒരു മലയാളി, അതായത് മലയാളി സമാജം, കേരള സമാജം സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസ് സൂചിപ്പിക്കുന്ന പോലെ ജനവാസ മേഖലയിലാണ്, മലയാളികളടക്കം താമസിക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം തന്നെ വിമാന അപകടം എന്നായി ഇതിനെ മനസ്സിലാക്കേണ്ടതല്ലേ?